പാലക്കാട് അട്ടപ്പാടിയിൽ കാട്ടാനാക്രമണത്തിൽ പരിക്കേറ്റ 60കാരൻ മരിച്ചു. ചെമ്പുവട്ടക്കാട് ഉന്നതിയിലെ കാളിയാണ് മരിച്ചത്. വിറക് ശേഖരിക്കുന്നതിനിടെയാണ് കാളിയെ കാട്ടാന ആക്രമിച്ചത്. വിവരങ്ങളുമായി രാജേഷ് ചേരുന്നുണ്ട്. രാജേഷ്, വീണ്ടും ജീവനെടുത്തിരിക്കുകയാണ് കാട്ടാന. എപ്പോഴായിരുന്നു മരണം? കൂടുതൽ വിവരങ്ങൾ. സംസ്ഥാനത്ത് കാട്ടാനക്കലയിൽ മറ്റൊരു ജീവൻ കൂടി പൊലിഞ്ഞിരിക്കുന്നു എന്ന ദാരുണമായ വാർത്തയാണ് പാലക്കാട് അട്ടപ്പാടിയിൽ നിന്ന് പുറത്തു വരുന്നത്. അട്ടപ്പാടിയിലെ സ്വർണ്ണഗത ഉന്നതിയിലെ കാളിക്കാണ് ഇതുപോലെ കാട്ടാനയുടെ ആക്രമണത്തിൽ ജീവൻ നഷ്ടമാകുന്നത്. ഇന്ന് ഉച്ചയോടെയായിരുന്നു, ഉച്ചയ്ക്ക് 12:30 ഇതുപോലെ കാട്ടിലെ വനത്തിലേക്ക് വിറക് ശേഖരിക്കുന്നതിനിടെ ഈ കാളിയെ കാട്ടാന ആക്രമിക്കുന്നത്. തലക്കും കയ്യിനും നെഞ്ചിനും ഗുരുതരമായി പരിക്കേറ്റ കാളിയെ ഈ വനത്തിൽ നിന്ന് വനപാലകരാണ് ഈ തൊട്ടപ്പുറത്തുള്ള കോട്ടത്തറയിലെ ട്രൈബൽ ആശുപത്രിയിൽ എത്തിക്കുന്നത്. തുടർന്ന് പരിക്കൊരു ഗുരുതരമായതിനെ തുടർന്ന് തൃശ്ശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നതിന്റെ അല്ലെങ്കിൽ യാത്രാ മധ്യയായിരുന്നു ഇതുപോലെ കാളി മരണത്തിന് കീഴടങ്ങുന്നത്. സംസ്ഥാനത്ത് 4 ദിവസത്തിനിടെ 2 പേരാണ് ഇതുപോലെ കാട്ടാനക്കല്ലിയിൽ ജീവൻ നഷ്ടമാകുന്നത് എന്നൊരു ദാരുണമായ വാർത്തയാണ് നിലവിൽ ഇപ്പോൾ പുറത്തു വരുന്നത്. അതേസമയം തന്നെ ഇത് നടന്ന അല്ലെങ്കിൽ അട്ടപ്പാടി വനമേഖലയിൽ ഇതുപോലെ കാട്ടാനാക്രമണത്തിൽ ജീവൻ പൊലിഞ്ഞവരുടെ എണ്ണം വർദ്ധിക്കാനുള്ള സാഹചര്യം അല്ലെങ്കിൽ ഒരു ജീവൻ കൂടി പൊലിഞ്ഞിരിക്കുന്നു എന്ന ദാരുണമായ വാർത്തയാണ് അട്ടപ്പാടിയിൽ നിന്ന് പുറത്തു വരുന്നത്. ഇന്ന് ഉച്ചയോടെ നടന്ന ഈ ആക്രമണത്തിൽ തൊട്ടു പിന്നാലെ അല്ലെങ്കിൽ ഈ ആക്രമണത്തിന് പിന്നാലെ വനപാലകരായിരുന്നു ഇതുപോലെ കാട്ടിൽ നിന്നും ഈ കാളിയെ ഈ തൊട്ടപ്പുറത്തുള്ള കോട്ടത്തറയിലെ ട്രൈബൽ ആശുപത്രിയിൽ എത്തിക്കുന്നത്. ഈ നെഞ്ചിനേറ്റ ഗുരുതരമായ പരിക്കാണ് ഇതിന് മരണകാരണമെന്നാണ് ഇപ്പോൾ ഈ ആശുപത്രി അധികൃതർ അറിയിക്കുന്നത്. എന്തായാലും സംസ്ഥാനത്ത് വീണ്ടും ഒരു കാട്ടാനക്കല്ലിയിൽ ഒരു ജീവൻ കൂടി നഷ്ടമായിരിക്കുന്നു എന്ന ദാരുണമായ വാർത്തയാണ് നിലവിൽ ഇപ്പോൾ പുറത്തു വരുന്നത്. ഇത് സംഭവം നടന്ന അല്ലെങ്കിൽ ഈ ആക്രമണം നടന്ന ഈ സ്ഥലത്ത് നിരന്തരം ഒരു കാട്ടാനാക്രമണം അല്ലെങ്കിൽ കാട്ടാനകൾ സ്ഥലത്തെത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇത് വനത്തിലായതുകൊണ്ട് തന്നെ ഈ വനംവകുപ്പിന് ഇതിനൊരു നടപടി സ്വീകരിക്കാൻ സാധിക്കാത്ത ഒരു സാഹചര്യമായിരുന്നു. ജനവാസ മേഖലയിൽ നിന്ന് വെറും 2 കിലോമീറ്റർ അകലെയായിരുന്നു ഇതുപോലെ കാട്ടാനാക്രമണത്തിൽ മറ്റൊരു ജീവൻ കൂടി നഷ്ടമായിരിക്കുന്നു എന്നൊരു ദാരുണമായ വാർത്ത പുറത്തു വരുന്നത്. എന്തായാലും ഈ അപകടം അല്ലെങ്കിൽ ഈ ആക്രമണവുമായി ബന്ധപ്പെട്ട് തൃശ്ശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ മാറ്റുന്നില്ല അല്ലെങ്കിൽ യാത്രാ മധ്യയായിരുന്നു ഇതുപോലെ കാളിക്ക് ജീവൻ നഷ്ടമാകുന്നത്. ഇത് നെഞ്ചിലേറ്റ ഒരു ഗുരുതര പരിക്കാണ് ഈ മരണ കാരണമെന്നാണ് ഇപ്പോൾ ആശുപത്രി അധികൃതർ അറിയിക്കുന്നത്. എന്തായാലും കാളിയുടെ മൃതദേഹം അല്പസമയത്തിനുള്ളിൽ പാലക്കാട് ജില്ലാ ആശുപത്രിയിലേക്ക് എത്തിക്കും. എന്തായാലും പോസ്റ്റ്മോർട്ടം നടപടികൾ പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ ആയിരിക്കും എന്നൊരു കാര്യം കൂടിയാണ് ഇപ്പോൾ അധികൃതർ അറിയിക്കുന്നത്. എന്തായാലും സംസ്ഥാനത്ത് കാട്ടാനക്കല്ലിൽ 4 ദിവസത്തിനിടെ 2 പേരുടെ ജീവൻ പൊലിഞ്ഞു എന്നൊരു ദാരുണമായ വാർത്തയാണ് നിലവിൽ ഇപ്പോൾ പുറത്തു വരുന്നത്. ആതിര.